എല്ലാവർക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു ദിനം ആശംസിക്കുന്നു. മുമ്മാസ് കിച്ചണിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ ഞങ്ങളുടെ ഒരു കുട്ടി എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. മമ്മാസ് കിച്ചണിലെ ഏറ്റവും ലഘുവായിട്ടുള്ള ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു കുട്ടി വീഡിയോ പ്രസന്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഷോർട്ട് വീഡിയോയ്ക്ക് 2 പ്രത്യേകതകളാണുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇതൊരു വലിയ റെസിപ്പി വീഡിയോ ഒന്നുമല്ല, ബട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2-3 ലഘു വിഭവങ്ങളുടെ ഒരു പരിചയപ്പെടുത്തലാണ് ഈ വീഡിയോയിൽ. രണ്ടാമത്തെ കാര്യം, ഈ വീഡിയോയിൽ ഇന്ന് മൊമ്മ ഇല്ല. മൊമ്മ ഇന്ന് മോർണിംഗ് ഔട്ട് ഫ്രം മമ്മാസ് കിച്ചൺ ആണ്. സോ ഇത് മമ്മയ്ക്കുള്ള ഒരു ചെറിയ സർപ്രൈസ് കൂടിയാണ് ഈ വീഡിയോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. മമ്മയുടെ കിച്ചൺ ടേബിളിൽ മൺകലത്തിൽ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഞാൻ ആദ്യം വിചാരിച്ചത് നിങ്ങളുടെ അടുത്ത് ലൈവായിട്ട് വരാന്നായിരുന്നു, ബട്ട് പിന്നീടാണ് പെട്ടെന്ന് തീരുമാനം മാറ്റി കുട്ടി വീഡിയോസ് ആയിട്ട് ഷൂട്ട് ചെയ്തിട്ട്, എന്നാൽ ഇതിനകത്ത് വലിയ എഡിറ്റിങ്സ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. കണ്ടോ, മമ്മ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു അട്ടിപ്പൊളി മീൻകറിയാണ്. ഇതിന്റെ റെസിപ്പി വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് ഷൂട്ട് ചെയ്ത് വീഡിയോസ് ആയിട്ട് ഞാൻ ഇടാൻ കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഈ മീൻകറിക്ക്. ഞാൻ ഇന്നലെ കഴിച്ചിട്ടുണ്ടായിരുന്നു, സൂപ്പർ ടേസ്റ്റ് ആണ്. എന്തായാലും ഇതിന്റെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് വരുന്ന എപ്പിസോഡുകളിലായിട്ട് നിങ്ങൾക്കായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ കീപ് ഓൺ വാച്ചിങ് മുമ്മാസ് കിച്ചൺ. പ്ലീസ് സബ്സ്ക്രൈബ് മുമ്മാസ് കിച്ചൺ. മുമ്മാസ് കിച്ചണിലെ മമ്മ ഇന്ന് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു സിമ്പിൾ ക്വിക്ക് ആൻഡ് ഈസി മെയ്ഡ് ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു കുട്ടി വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ഐറ്റമായ മുട്ട വെള്ള മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു കുഞ്ഞ് ഓംലെറ്റ് ആണിത്. ഇതിൽ മുട്ട വെള്ള മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. മുമ്മയ്ക്ക് ഇന്ന് ഏതോ ഒരു അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞത് കാരണം മുമ്മ എന്നോട് ചോദിച്ചു ഇന്ന് എന്തൊക്കെയാണ് രാവിലെ ഉണ്ടാക്കി വെക്കേണ്ടതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഏതെങ്കിലും 1-2 ഐറ്റംസ് മാത്രം മതി. വളരെ ലളിതമായിട്ടുള്ള ഒരു ഭക്ഷണശീലമാണ് ഞാനിപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് എന്നാലും കുറച്ച് പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡാണ് എനിക്ക് കൂടുതൽ താല്പര്യം. സോ ഞാൻ പറഞ്ഞു എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം മതി എന്ന് പറഞ്ഞു. അപ്പം മമ്മ പറഞ്ഞത്, അതിലെ ഫസ്റ്റ് ഐറ്റം ആയിട്ട് മമ്മ പറഞ്ഞത് മുട്ട വെള്ള കൊണ്ടുള്ള ഒരു ഓംലെറ്റ് ആണ്. അത് കണ്ടോ, നല്ല ഫ്ലെയർ ആയിട്ടുള്ള ഒരു ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഉണ്ടോ, മുട്ട വെള്ള മാത്രമേ ഉള്ളൂ, ഉണ്ണി ഉപയോഗിച്ചിട്ടില്ല ഇതിനകത്ത്. കണ്ടോ, ഇനി അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്തത് വന്നിട്ട് ഒരു മൈ ഫേവറേറ്റ് ബട്ടറിന്റെ ഒരു ബോക്സ് ഇവിടെ ഇരിപ്പുണ്ട്. ബട്ടർ സൂക്ഷിച്ചിരുന്ന, എന്റെ കുട്ടിക്കാലം തൊട്ട് ബട്ടർ സൂക്ഷിച്ചിരുന്ന ഒരു ബോക്സ് ആണ്. അപ്പൊ ഈ ബോക്സ് തുറക്കാതെ തന്നെ എനിക്ക് അറിയാം ഇതിനകത്ത് എന്താണെന്നുള്ളത്. അതെന്തായാലും നമുക്കൊന്ന് തുറന്നു നോക്കാം. വാവ്, ബട്ടർ തന്നെയാണിത്. ബട്ടർ ഉണ്ടെങ്കിൽ എന്തായാലും ഡെഫിനറ്റ്ലി അവിടെ ഒരു ബ്രെഡ് ഉണ്ടായിരിക്കും. സോ വി കൻ സീ ദർ ഈസ് എ ബ്രെഡ്. ഒരു ഫുൾ പാക്കറ്റ് ബ്രെഡ് ഇവിടെ ഇരിപ്പുണ്ട്. ഒരു ഫുൾ പാക്കറ്റ് ബ്രെഡാണ്. നല്ല അടിപൊളി വൈറ്റ് മിൽക്ക് ബ്രെഡ് ആണിത്. സോ നമുക്ക് ഇത് വെച്ചിട്ട് ബ്രെഡ്, ബട്ടർ, ഷുഗർ ഉണ്ടാക്കാം. ഇനി നമ്മളിവിടെ സെർച്ച് ചെയ്ത് വരുമ്പോൾ പാല് കാച്ചിയത് ഇവിടെ ഇരിപ്പുണ്ട്. സോ ഇത് വെച്ചിട്ട് നമുക്കൊരു കോഫി ഉണ്ടാക്കി കളയാം. നോർമലി എനിക്ക് ഹോർലിക്സ് ആണ് ഭയങ്കര ഇഷ്ടം, പക്ഷെ ഇന്ന് ഇവിടെ ഹോർലിക്സിന്റെ പൊടിയൊന്നും ഇരിപ്പില്ല. അത് കാരണം നമുക്കൊരു നോർമൽ കോഫി തന്നെ ഉണ്ടാക്കി കളയാം. തൊട്ടടുത്ത് തന്നെ ബ്രൂ കോഫിയുടെ കുപ്പി ഇരിപ്പുണ്ട് കേട്ടോ. ഏകദേശം തീരാറായി. സോ അമ്മ ഉദ്ദേശിച്ചിരിക്കുന്നു ഇത് വെച്ചിട്ട് ഞാൻ ബ്രൂ കോഫി ഉണ്ടാക്കി കുടിക്കണം എന്നാണ്. എന്താ, അതിന്റെ തന്നെ സ്പൂണും ഇവിടെ റെഡിയാണ്. സോ ഇത് വെച്ചിട്ട് നമുക്കൊരു ബ്രൂ കോഫി ഉണ്ടാക്കാം. ഇനി ഇവിടെ നമ്മൾ ഗ്യാസിലേക്ക് വരുമ്പോഴേക്കും ഒരു അപ്പച്ചമ്പ് ഇരിപ്പുണ്ട്. അപ്പച്ചമ്പ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്തെങ്കിലും ബോയിൽ ചെയ്തിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ആയിരിക്കും അതിനകത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ചൂടാക്കിയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ആയിരിക്കും അതിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്നത്. സോ അതെന്താണെന്ന് നമുക്ക് നോക്കാം. നല്ല വാഴയിലയിൽ പുഴുങ്ങിയെടുത്ത നല്ല തേനൂറും മധുരമുള്ള ഏത്തപ്പഴമാണ്. ഏത്തപ്പഴത്തിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ബ്രേക്ക്ഫാസ്റ്റിന് ഒരു മസ്റ്റ് ഐറ്റമാണ് ഏത്തപ്പഴം. ബിക്കോസ് അത് നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ വളരെ ഉത്തമമായിട്ടുള്ള
ഒന്നാണ്. ഉണ്ടോ, 2 ഏത്തപ്പഴമാണോ അമ്മ എനിക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്നത്. ഈ 2 ഏത്തപ്പഴവും ബ്രെഡ് ബട്ടർ ഷുഗറും പിന്നെ എഗ് വൈറ്റ് ഓംലെറ്റും 1 കപ്പ് കോഫിയുമാണ് ഇന്നത്തെ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. സോ നമുക്ക് നോക്കാം. ബ്രെഡ് ബട്ടർ ഷുഗർ എന്ന് പറയുമ്പോൾ തന്നെ പണ്ടുകാലം തൊട്ടുള്ള എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണിത്. കാരണം ഷുഗർ ചേർന്ന എല്ലാ സാധനങ്ങളും, എല്ലാ ഫുഡ് ഐറ്റംസും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. സോ ബ്രെഡ് ബട്ടർ ഷുഗർ ഞാൻ പണ്ട് തൊട്ടേ കഴിച്ചിരുന്ന ഒരു കോമ്പിനേഷനാണ്. സോ തൽക്കാലം നമുക്ക് 2 ബ്രെഡ് എടുത്തിട്ട് ഉണ്ടാക്കാം, ബ്രെഡ് ബട്ടർ ഷുഗർ. ഓക്കെ, കാരണം ഈ ഏത്തപ്പഴവും 2 ഉണ്ട്, പിന്നെ ബ്രെഡ് ഉണ്ട്, പിന്നെ നമുക്ക് ഓംലെറ്റ് ഉണ്ട്. സോ എല്ലാം കൂടി കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹെവി ആവും. അത് കാരണം തൽക്കാലം നമുക്ക് 2 വെച്ചിട്ട് ഉണ്ടാക്കാം. പിന്നെ വീണ്ടും വിശപ്പ് മാറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു സെറ്റ് വെച്ചിട്ട് അതുണ്ടാക്കാം. ഓക്കെ, അല്ലെങ്കിൽ വെറുതെ നമുക്ക് വയറ് നിറഞ്ഞിട്ട് വീണ്ടും വയറ്റിലേക്ക് നമ്മൾ കുത്തി നിറയ്ക്കുന്ന ഒരു ഫീലിംഗ് നമുക്കുണ്ടാവും. അത് നമുക്ക് ഒഴിവാക്കാമല്ലോ. ഉണ്ടോ, ഷുഗർ കണ്ടോ, അടിപൊളി അടിപൊളി. എന്താ ഇതിങ്ങനെ 2 ഫ്ലാപ്പായിട്ടും കാണിക്കാം. 2 ഫ്ലാപ്പായിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി. ഇതിപ്പോ ഭയങ്കര സോഫ്റ്റ് ആയത് കാരണം കുറച്ച് മുറിഞ്ഞിരിക്കുകയാണ്, കുഴപ്പമില്ല. ബട്ടർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ നമ്മൾ ഉപയോഗിക്കരുത്. കുറച്ച് നേരം നമ്മൾ അതൊന്ന് വെറുതെ വെച്ചിരിക്കണം. എങ്കിലാണ് അതിന്റെ ആ കട്ടിയായിട്ടിരിക്കുന്ന ഫ്രോസൺ പാർട്ട് കുറച്ചൊന്ന് മെൽട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡിൽ അത് ഈസി ആയിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് ഡിഫിക്കൽട്ടാണ് അത് ഇങ്ങനെ ഫ്രോസൺ ആയിട്ടിരിക്കുമ്പോൾ. സോ അത് നമ്മൾ കുറച്ചെടുക്കുക. ഇപ്പൊ കണ്ടോ, കുറച്ചതൊന്ന് മെൽട്ടായിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ വരും. എന്നിട്ട് നമ്മൾ ബ്രെഡ് എടുത്ത് കുറേശ്ശെയായിട്ട്, ബ്രെഡ് കുറച്ച് പൊടിഞ്ഞു പോയി കാരണം അത് ഭയങ്കര സോഫ്റ്റ് ആയത് കാരണം അത് ഇരിക്കുന്നില്ല. കുറച്ച് ഷുഗർ എടുത്തിട്ട് ബട്ടർ തേച്ചിട്ടുള്ള ബ്രെഡിന്റെ 2 ഫ്ലാപ്പിൽ ഇട്ട് കൊടുക്കുക. മധുരം ഇഷ്ടമില്ലാത്തവരെ ഷുഗർ ഇടേണ്ട ആവശ്യമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ കുറച്ച് അധികം ഷുഗർ ഇടുന്നത്. അങ്ങനെ നമ്മുടെ ബ്രെഡ് ബട്ടർ ഷുഗർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഓ, ബാക്കി ബട്ടർ വയ്ക്കണം. യമ്മി യമ്മി. നമുക്കവിടെ അടച്ചു വെക്കാം. അടച്ച് വേഗം തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിവിടെ നിന്ന് മെൽറ്റായി നാശമായി പോകും. മുട്ട വെള്ളം മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് ഒരു ഓംലെറ്റ് ഉണ്ടാക്കി മമ്മ അതിൽ പെപ്പറൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ടാണ് അത് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടോ, നല്ല ടേസ്റ്റി ബട്ട് ലോ കലോറി ബട്ട് ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഒരു ഐറ്റമാണ് എഗ് വൈറ്റ് കൊണ്ടുള്ള ഒരു ഓംലെറ്റ്. ഉണ്ടോ, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ. ധാരാളം വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ ഉള്ള ഒരു ഫുഡ് ഐറ്റമാണ് ബനാന എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ ചെറുപ്പത്തിലേക്ക് ബനാനയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട്. നല്ല ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് പൊട്ടാസ്യവും മാഗ്നീഷ്യവും പിന്നെ നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആയിട്ടും ബനാന സെർവ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻസ് ആയ വൈറ്റമിൻ B6, വൈറ്റമിൻ C, അതുപോലെ പൊട്ടാസ്യം മാഗ്നീഷ്യം കൂടാതെ കോപ്പർ, മാംഗനീസ്, പിന്നെ ഫൈബർ, പ്രോട്ടീൻ കണ്ടന്റ്, ഫാറ്റ്, കലോറി, അങ്ങനെ ഒരു നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആയിട്ടും നമുക്ക് ബനാന പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഈ വക ന്യൂട്രിയൻസും വൈറ്റമിൻസും എല്ലാം ഈ ഏത്തപ്പഴത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ചെറുപ്പത്തിലെ തന്നെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബനാന എന്നുള്ളത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ഒരു മസ്റ്റ് ഹാവ് ഐറ്റം തന്നെയാണ്. അതുകൊണ്ടാണ് എല്ലാവരും ഈ ബനാന പുഴുങ്ങിയത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒപ്പം ഉപയോഗിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം. ഓക്കെ, നമുക്ക് ഇത് കഴിക്കാനായിട്ട് നമുക്ക് എടുക്കാം. 2 എണ്ണം എനിക്ക് കഴിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അത്ര ഉറപ്പില്ല. ആദ്യം നമുക്ക് തൽക്കാലം 1 എണ്ണം എടുത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം 1 എണ്ണം കൂടി എടുത്താൽ മതി. അല്ലെങ്കിൽ അത് അപ്പച്ചമ്പിൽ അതുപോലെ തന്നെ നമുക്ക് ഇരിക്കട്ടെ. ഓക്കെ, അങ്ങനെ ബ്രെഡ് ബട്ടർ ഷുഗർ എഗ് വൈറ്റ് ഓംലെറ്റ്
ബോയിൽഡ് ബനാന. ഇത്രയും സംഗതികൾ ഇവിടെ റെഡിയാണ്. ഇനിയിപ്പോ ഒരു ഐറ്റത്തിന്റെ മിസ്സിംഗ് ഇവിടെ ഉണ്ട്, അതൊരു ഡ്രിങ്കിന്റെ മിസ്സിംഗ് ആണ്. സോ ആ ഡ്രിങ്ക് ആയിട്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സ്വാദിഷ്ടമായ ബ്രൂ കോഫിയാണ്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഹോർലിക്സോ ബോൺവിറ്റോ അങ്ങനെ എന്തെങ്കിലും ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. ബട്ട് ഇന്നിപ്പോ എന്റെ ഹോർലിക്സ് ഒക്കെ തീർന്നിരിക്കുകയാണ്, അത് കാരണമാണ് ഞാൻ ഇന്ന് ബ്രൂ കോഫിയിലേക്ക് മടങ്ങിയത്. സോ ബ്രൂ കോഫി അത്രയും സ്വാദിഷ്ടമായിട്ടുള്ളൊരു കോഫിയാണ്. ഇനി നമുക്കത് ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടികൾ എത്രയും വേഗം നോക്കാം. അതിനുശേഷം എനിക്ക് ഭയങ്കരമായിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്, നമുക്കത് എത്രയും വേഗം കഴിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ കിടന്ന് വിശന്ന് വയ്യാണ്ടായിട്ടിരിക്കുക. സോ നമുക്കിനി എത്രയും വേഗം ബ്രൂ കോഫി ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയിലേക്ക് ലെറ്റ്സ് സ്റ്റാർട്ട്. അങ്ങനെ ബ്രൂ കോഫി ഉണ്ടാക്കാനായിട്ടുള്ള പാല് ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചു. ഇത് ഓൾറെഡി തിളപ്പിച്ചിട്ടുള്ള പാലാണ്, അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് വീണ്ടും ഒരുപാടൊന്നും വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് വീണ്ടും ഒന്ന് ചൂടായി കിട്ടും. ഓൾറെഡി തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലാണ്, അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ഇത് സിമ്മിലിട്ട് കൊടുത്താൽ മതി. സിമ്മിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് അത് തിളച്ച് വരും. കണ്ടോ, ചെറുതായിട്ടത് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുമ്പോഴേക്കും നമുക്കത് അതിലേക്ക് പൊടി ഇടേണ്ട സമയമായി. ഏകദേശം ഒക്കെ പൊടിയിടേണ്ട സമയമായിട്ടുണ്ട്. നമ്മളത് സിമ്മിൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് അങ്ങ് തിളച്ചു പോകുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പൊ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് എപ്പോഴും സിമ്മിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ നമ്മൾ കൊടുക്കുക. പിന്നെ എനിക്ക് കോഫി അധികം ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് പാല് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം കോഫി ഞാൻ അധികം അങ്ങനെ കുടിക്കാറില്ല. ബട്ട് ഇതിന്റെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു കോമ്പിനേഷനോടൊപ്പം ഒരു കോഫി നമുക്ക് വളരെ അത്യാവശ്യമാണ്. ബിക്കോസ് നമുക്ക് എന്തെങ്കിലും ഒരു ചൂടുള്ള ഒരു ഡ്രിങ്ക് നമുക്ക് ഇതിന്റെ ഒപ്പം നമ്മൾ കഴിക്കണം. അപ്പോൾ അത് കാരണം കോഫി നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. കണ്ടോ, വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഏകദേശം ഒക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ബ്രൂ കോഫി പൊടി നമുക്ക് ഇടാം. ഓക്കെ, പൊടി ഇടുന്നതിന് മുമ്പ് സ്വല്പം ഒരു ഷുഗർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ കിടന്ന ഷുഗറും പാലും ഒക്കെ ആയിട്ടൊന്ന് ചൂടാകുമ്പോൾ ഷുഗർ അതിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ലയിച്ചോളും. അപ്പൊ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും നമുക്ക്. ഷുഗർ അതായിട്ട് കിടന്ന് ലയിക്കുമ്പോ ഉണ്ടല്ലോ, ഷുഗർ ഈ പാലായിട്ട് കിടന്ന് ലയിക്കുമ്പോ ചൂടായിട്ട് അതങ്ങ് ലയിച്ച് വരുമ്പോൾ നമുക്ക് ഈ കോഫിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾ പാല് വെക്കുമ്പോൾ അതിനകത്ത് ഷുഗറും കൂടെ ഒപ്പം ഇട്ടിട്ട് നമ്മൾ തിളപ്പിക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് കോഫി ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് കിട്ടുന്നതായിരിക്കും. നന്നായിട്ട് ലയിക്കണം. അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം ലയിച്ചോളും. ഓക്കെ, ഇനി നമുക്ക് പൊടി ഇടേണ്ട സമയമായിട്ടുണ്ട്. സ്വല്പം പൊടി ഇടുക. സ്വല്പം മാത്രം ഇട്ടാൽ മതി. പൊടി ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ, സ്വല്പം ഇട്ടാൽ മതി. പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ കുപ്പി എത്രയും വേഗം അടച്ചു വെക്കണം. അത് അടച്ചു വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ കോഫി പൊടി പെട്ടെന്ന് അത് കട്ട പിടിച്ചു പോകും. ഇത് ഈ കുപ്പി എത്രയും വേഗം അടച്ചു വെച്ചില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഇത് വേഗം ബ്രൂ കോഫി പൊടി കട്ട പിടിച്ചു. ഇത് നമ്മൾ നല്ല ടൈറ്റായിട്ട് മുറുക്കിയിട്ട് എത്രയും വേഗം നമ്മളത് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് കട്ടയായി പോകും. ഉണ്ടോ, ഇതിപ്പോൾ കോഫി റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കത് വാങ്ങാം. ഓക്കെ, എല്ലാവർക്കും എൻ്റെ വളരെ ലളിതമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഫുഡ് അധികം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും എന്നാൽ ഫുഡ് വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ വേണമെന്ന ആഗ്രഹമുള്ളവർക്കും എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒന്നാണ്. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണിത്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഐറ്റംസും വെച്ചുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പോഷക ഗുണമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ് തന്നെയാണ്. സോ മമ്മ, ഇതാണ് ഞാൻ മമ്മയ്ക്ക് ഒരുക്കി വെച്ചിരുന്ന സർപ്രൈസ് വീഡിയോ. ഹോപ്പ് യു എൻജോയ്ഡ്. ഇനിയും ഇതുപോലുള്ള സർപ്രൈസ് വീഡിയോകൾ ഇനിയും വരുന്നുണ്ട്.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വീഡിയോയുടെ തൊട്ട് താഴെ റൈറ്റ് സൈഡിൽ റെഡ് ലെറ്റേഴ്സിൽ സബ്സ്ക്രൈബ് എന്ന ഓപ്ഷൻ കിടപ്പുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓരോ തവണ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. സബ്സ്ക്രൈബ് എന്ന ബട്ടന്റെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ തവണ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. മമ്മാസ് കിച്ചൺ ഇനിയും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മമ്മാസ് കിച്ചൺ. ടേക്ക് കെയർ. ബൈ ബൈ. സീ യു.